നിങ്ങൾ വിചാരിക്കുന്നത് ഇന്ന് പേപ്പറും കത്രികയൊക്കെ ആയിട്ടെന്ന്. ഞാൻ ഇന്നൊരു ബുക്ക് മാർക്കാണ് ഗൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യമേ നമുക്ക് ഇങ്ങനെ ഒരു പേപ്പറാണ് വേണ്ടത്. നമുക്ക് രണ്ടായിട്ടൊന്ന് മടക്കണം. എന്നിട്ട് നമ്മളിതൊന്ന് കീറിയെടുക്കണം ഗൈസ്. നമുക്കൊന്ന് കീറാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിൻ്റെ ഇത്രയും നീളം വേണ്ടാത്തതുകൊണ്ട് നമുക്കിത് ഇവിടെ കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. ഈ 2 പീസ് നമുക്ക് ആവശ്യമില്ല. വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാം. പിന്നെ നമുക്ക് ഞാൻ 2 പേപ്പർ എടുത്തതെന്ന് വെച്ചാൽ ഈ പേപ്പർ A4 സൈസ് ആണ്. എനിക്ക് കട്ടിയില്ല. അത് നമുക്ക് കട്ടി ഇട്ടാണ് ഞാൻ 2 എടുത്തത്. ഇനി നമുക്കിതൊന്ന് ഗ്ലൂ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കട്ടിയുള്ള പേപ്പർ ഉണ്ടെങ്കിൽ കട്ടിയുള്ള പേപ്പർ എടുക്കാം, അല്ലെങ്കിൽ ഗ്ലൂ ചെയ്തെടുക്കാം. ഇതേപോലെ നമ്മൾ ഗ്ലൂ ചെയ്യട്ടെ. നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലൂ എന്ന് പറയുന്നത് ഇതാണ് ഫാബ്രിക് ക്രിസ്റ്റലിൻ്റെ ഗ്ലൂ ഒട്ടിക്കാം. മാറിക്കടേ. അപ്പോൾ നമ്മൾ ഗ്ലൂ ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഉണങ്ങുന്നത് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോഴേ പണി തുടങ്ങാം. അപ്പോൾ നമുക്കിനി ഞാൻ യൂസ് ചെയ്യുന്നത് സ്കെച്ചാണ് ഗൈസ്. അത് അക്രിലിക് മാർക്കറാണ് ഗൈസ്. അപ്പോൾ ഞാനൊരു ഡിസൈനാണ് ആലോചിക്കുന്നതായിരുന്നു. അപ്പോൾ കുറച്ചേരം ഒന്ന് ആലോചിക്കുക ഗൈസ്, ഏതോ ഡിസൈൻ വേണമെന്ന്. ഒരു ഡിസൈൻ കിട്ടി. അപ്പോൾ ഞാൻ ഡിസൈൻ വരച്ചിട്ട് തരാം ഗൈസ്. അപ്പോൾ ഗൈസ് ഞാനൊരു ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ നമുക്ക് ബ്ലാക്ക് പെൻ കൊണ്ട് കൊടുക്കാം. നമ്മൾ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ ഒരു ആഗ്രഹം കിട്ടും, നടുക്കൊരു ചെടി, ഒരു ഇലയുടെ ഇതിലൂടെ വരച്ചാലോ എന്ന് ഗൈസ്. അപ്പം നമുക്കൊന്ന് വരച്ച് വയ്ക്കാമല്ലോ, എങ്ങനെ ഉണ്ടാവുമെന്ന് ഗൈസ് നോക്കാം. ഗൈസ് നടുക്ക് ഇല വരച്ചപ്പോൾ എനിക്ക് കുളമായെന്ന് എന്തായാലും മനസ്സിലായിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഒരു ഏകദേശം ഒരു ലുക്കൊക്കെ വന്നിട്ടില്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ ഇലയിൽ കുറച്ചുകൂടെ ഡിസൈൻ വരുത്തി ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഇടയിലൊരു ഈ ഒരു മുത്തൂടെ ഇരയ്ക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം ഗൈസ്. നമുക്ക് ആവശ്യമുള്ളത് മഞ്ഞ, പച്ച, പിങ്ക്. അതാണ് നമുക്ക് ആവശ്യമുള്ള 3 കളേഴ്സ്. അപ്പോൾ നമുക്കത് അത്രയൊന്ന് കട്ട് ചെയ്തേക്കാം. കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മണ്ട ഒട്ടിക്കണോ അതോ സൈഡ് ഒട്ടിക്കണോ എന്നാണ് ഗൈസ്. നോക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ ബുക്ക് മാർക്ക് ഇപ്പം കാണാൻ കുറച്ച് മൊഞ്ചായിട്ടില്ലേ ഗൈസ്. അപ്പം ഞാൻ ഇത് ബുക്ക് വെച്ച് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മുടെ ബുക്ക് മാർക്ക് എങ്ങനെയുണ്ട് ഗൈസ്? ബുക്ക് വെച്ചപ്പോൾ നല്ല രസമുണ്ട് ഗൈസ് കാണാൻ. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഗൈസ്. കണ്ടോ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് കൂടെ ചെയ്തേക്കണേ. ബൈ, സീ യു അറ്റ് നെക്സ്റ്റ് വീഡിയോ.